കാത്തലിക് സഭ അവർ റൂട്ട് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞ 10-20 വർഷം കൊണ്ട് മാറി സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത്. അതായത് അച്ഛന്മാരും ഇവിടുന്നുള്ള മലയാളി അച്ഛന്മാരെങ്ങനെ കാനഡയിൽ പോയ സെക്ഷൽ സ്കാൻഡലിൽ പെടുന്നു? ഇതിന് ചോദ്യമുണ്ട്. ഇതൊക്കെ ഈ മൈനേഴ്സിനോടുള്ള ഇതിനൊക്കെ വളരെ ഇതായിട്ടാണ് അവർ കാണുന്നത്. അതെ, ഭയങ്കര കുറ്റമാണ്. അതേപോലെ മറ്റുള്ള അവരുടെ കാര്യം മാത്രമല്ല, ഓർത്തഡോക്സ് സഭ മോശമാണോ, ഈ പറയുന്ന മറ്റുള്ള യാക്കോബായ സഭ മോശമാണോ? അതായത് കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യൻ എന്ന് പറയുന്നത് എപ്പിസ്കോപ്പൽ സഭകൾ, ഇവർക്കെല്ലാം പ്രശ്നം മുമ്പിൽ നിൽക്കുവാണ്. അതിൽ നിന്ന് ഒളിച്ചോടുവാൻ വേണ്ടി PFIയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെ പേരല്ല പറയേണ്ടത്. എന്താണ് സഭയിൽ പ്രശ്നമുണ്ടായിട്ടുള്ളത്? തെക്ക് വടക്ക് കുർബാന. അതിനൊരു സൊല്യൂഷൻ ഇത്ര ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞില്ല. ഇവരുടെ അതേ സെമിനാരിയിൽ അവിടൊക്കെ പഠിച്ച അച്ഛന്മാരും ഇവരുടെ സഹോദരന്മാരും ഇവരൊരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന റിലീജിയസ് ലീഡേഴ്സാണല്ലോ. എന്തുകൊണ്ട് ഈ ഒരു ഇഷ്യൂ ഇവർക്കിത് ഒരു ആമിക്കബിളായിട്ടൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ കഴിയുന്നില്ല? അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ സഭയ്ക്കും, അതായത് കേരളത്തിലെ എപ്പിസ്കോപ്പൽ സഭയ്ക്ക് വരാനുള്ള ദിവസങ്ങൾ അതായത് അതിനിർണായകമായിരിക്കും. ജനങ്ങൾ, അതായത് വിശ്വാസികൾക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നു. ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ 2-3 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നാമത്, കന്യാസ്ത്രീ അച്ഛനാകാൻ ആളുകളില്ല. അതായത് ഞാനത് കമ്പയർ ചെയ്യാം. ഇപ്പം ഞാൻ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ കണ്ട ഒരു സംഭവമുണ്ട്. കാത്തലിക് സഭ പല പള്ളികളിലും അതെല്ലാം അടച്ചിട്ടേക്കുവാണ്. പല പള്ളികളും ബാറുകളായി, ചിലതൊക്കെ അതേപോലെ ഡാൻസ് ബാറുകളായി, ചില പിക്കപ്പ് സെൻറ്റേഴ്സായി. ഓക്കെ, ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ നേക്കഡ് ഐസിൽ. ഈ അടുത്ത സമയത്ത് ഒരു 2-3 വർഷം കൊണ്ട് ഈ സഭയുടെ പല അവിടെയും വർഷിപ്പ് നടത്തുന്നത് ഈ പെന്തക്കോസ്തുകാർ. അതായത് കാത്തലിക് സഭയുടെ വരാൻ പോകുന്ന ദിവസം യൂറോപ്പിലുണ്ടായ നാശം അത് കേരളത്തിലും വരാൻ പോകുക. അതിനൊരു പോംവഴി എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് കൂടെയുള്ള ഈ കർഷക ഇഷ്യൂസ് ഉണ്ട്, പുതിയ ജനറേഷൻ്റെ ഇഷ്യൂസ് ഉണ്ട്. ഒരു 3 കുട്ടികളെ ഉണ്ട്, 3 കുട്ടികളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ 4 കുട്ടികളുണ്ട്. ഇവരെ ആരാ വളർത്തുന്നേ? കാരണം ഇതിനെത്ര മാൻ പവർ വേണം. ഇത് പഴയ പോലെ 11 കുട്ടികളെ പ്രസവിച്ച് അങ്ങനൊരു അന്തരീക്ഷമല്ല ഇന്നത്തെ.